കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ മതാടിസ്ഥാനത്തിൽ വോട്ട് ശേഖരിക്കാനുള്ള തിരക്കായ ഓട്ടത്തിലാണ്. ഇപ്പോൾ BJP ഇത്രയും നാളും പണിയെടുത്തുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ സമുദായത്തെ എങ്ങനെ കൂടെ നിർത്താം എന്നുള്ളതാണ്. അതിന് മുൻപ് അവർ നോക്കിയത് ഈഴവ സമുദായത്തെ എങ്ങനെ കൂടെ നിർത്താം എന്നുണ്ടാക്കി അവർ പാർട്ടി വരെ ഉണ്ടാക്കി. BDHS എന്ന് പറഞ്ഞൊരു പാർട്ടി വരെ ഉണ്ടാക്കി എന്നുള്ളതാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ലെവലിലേക്ക് ഒരു മതാടിസ്ഥാനത്തിൽ വോട്ട് ശേഖരിച്ച് പോകുന്നത് കണ്ടിട്ടില്ല എന്ന് ചോദിച്ചാൽ വേണം ഈഴവ സമുദായത്തെ കാര്യം പറയാം. പക്ഷേ ഈഴവ സമുദായം എന്ന് പറയുന്നത് CPM-ൻ്റെ ഒരു വോട്ട് ബാങ്കായി പ്രവർത്തിക്കുന്ന ഒരു മതവിഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം എന്താണ്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വോട്ട് ബാങ്കാണ് സത്യം പറഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായം എന്ന് വേണമെങ്കിൽ പറയാം. ടോട്ടൽ വോട്ട് ബാങ്ക് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ബഹുഭൂരിപക്ഷം വോട്ടുകളും ആർക്ക് കിട്ടുന്നതാണ്? കോൺഗ്രസിന് കിട്ടുന്നതാണ്. കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലെ കോൺഗ്രസിന് അധികാരമില്ല. അതിൻ്റെ ഭവിഷ്യത്ത് എല്ലാം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പ്രധാന നേതാക്കന്മാരെല്ലാവരും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഏത് കാലത്ത് മുഖ്യമന്ത്രിമാർ വരെ ഉണ്ടത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഭാഗത്താണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ നേതാക്കന്മാർക്കും കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കേരളത്തിൽ രൂപീകരിച്ചിട്ടുള്ളതാണ് സത്യം. ആ സത്യത്തിനെ നമ്മൾ എത്ര കണ്ണടച്ച് ഇരുട്ടാക്കിയാലും ഇരുട്ടാവില്ല എന്നുള്ളതാണ്.